യുദ്ധം തകർത്തെറിഞ്ഞ ഗസയുടെ മണ്ണിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇസ്രയേലിനും പാലസ്തീനും ഒരുപോലെ വിശ്വസിക്കാവുന്ന രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരേ ഒരു രാജ്യം. ആ വിശ്വാസം ശരിവെച്ചുകൊണ്ട് ഗസയുടെ പുനർനിർമ്മാണത്തിനുള്ള നിർണായക ദൗത്യത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗസയുടെ ഭരണത്തിനും പുനർനിർമ്മാണത്തിനും മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച സമാധാന സമിതി അഥവാ ബോർഡ് ഓഫ് പീസ്, ഈ ഒരു സമിതിയിലേക്കാണ് ഇന്ത്യക്ക് ഔദ്യോഗികമായി ക്ഷണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 60ഓളം രാജ്യങ്ങൾക്കാണ് ഈ സമിതിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. പാകിസ്ഥാനും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഇന്ത്യയുടെ സാന്നിധ്യം ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നയതന്ത്രപരമായിട്ടുള്ള സവിശേഷത കൊണ്ടാണ് അത് നിർണായകമാകുന്നത്. വെടിനിർത്തലിന് ശേഷം ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായി ജനുവരി 15-നാണ് ഈ സമിതി ഔദ്യോഗികമായി രൂപീകരിച്ചത്. ഗസയിൽ മാത്രമല്ല, ഭാവിയിൽ ലോകത്തുണ്ടാകുന്ന മറ്റ് രാജ്യാന്തര സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനമായി ഈ സമാധാന സമിതിയെ മാറ്റാനാണ് അമേരിക്കയുടെ നീക്കം. അപ്പോൾ ഒരേ സമയം ഇസ്രയേലുമായും പാലസ്തീൻ ജനതയുമായും ഊഷ്മളമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഒരു വശത്ത് ഇസ്രയേലുമായി ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, ശക്തമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള തന്നെ ഒരു പങ്കാളിത്തമുണ്ട്. മറുവശത്ത് പാലസ്തീന് എക്കാലവും മാനുഷികമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്ന രാജ്യവും ഇന്ത്യയാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് പോലും ഈജിപ്റ്റ് വഴി ഗസയിലേക്ക് മരുന്നും ഭക്ഷണവും ഒക്കെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ എത്തിക്കാൻ ഇന്ത്യ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിഷ്പക്ഷതയും വിശ്വാസ്യതയുമാണ് ഗസയിലെ സമാധാന നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യ എന്ന രാജ്യത്തിന് യോഗ്യത നൽകുന്നത്. എന്നാൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. സമാധാന സമിതിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്ത ഡൊണാൾഡ് ട്രംപിന്റെ രീതിയിൽ ഇസ്രയേലിന് അതൃപ്തിയുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോടകം തന്നെ തന്റെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. സമിതിയിലെ നിയമനങ്ങൾ ഇസ്രയേലുമായി ആലോചിക്കാതെയാണ് നടത്തിയതെന്നും ഇത് ഇസ്രയേലിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് നെതന്യാഹുവിന്റെ കടുത്ത ആരോപണം. ഈ ആശങ്ക അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയെ അറിയിക്കാൻ അദ്ദേഹം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ എതിർപ്പുകളെ മറികടന്ന് സമാധാന സമിതി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് കണ്ടറിയേണ്ട തന്നെ കാര്യമാണ്. ലോകം മുഴുവൻ സംഘർഷഭരിതമായി നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ പക്ഷത്ത് നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ഈ ഒരു ക്ഷണം അത് ഒട്ടും തന്നെ ചെറിയൊരു കാര്യമല്ല. ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ വഹിക്കുന്ന പങ്ക് വരും കാലങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉയർത്തുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.